SPS measures are applied to protect human, animal, or plant life from risk arising from additives, pests, contaminations, toxins, or disease-causing organisms and to protect biodiversity. അപ്പം അഡൾട്രേഷൻ ഇല്ലാത്ത മായമില്ലാത്ത ഫുഡ്, അതുപോലെ തന്നെ ഇങ്ങനെ ഡിസീസസ് ഒന്നും വേറെ കൺട്രിയിൽ നിന്ന് ഈ കൺട്രിയിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സും ഹ്യൂമൻ, ആനിമൽ, പ്ലാന്റിൻ്റെ ഒക്കെ മെഷേഴ്സാണ്. എന്തെങ്കിലും ഡിസീസുള്ള രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഗുഡ്സും അതുപോലെ ഹ്യൂമൻ ആയാലും അനിമൽ ആയാലും ഈ ഒരു രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ മെഷറാണ്, ഒരു ടെക്നിക്കൽ മെഷറാണ് ഇത്. ഓക്കെ, ഇനി an import quota is a direct restriction which specifies that only a certain physical amount of the good will be allowed into the country during a given time, usually 1 year. അപ്പം ഇമ്പോർട്ട് കോട്ട എന്ന് പറഞ്ഞാൽ ഇത്രേ വരാൻ പാടുള്ളൂ, 1000 ടൺ എന്ന് പറഞ്ഞാൽ അത്രേ വരാൻ പാടുള്ളൂ. ഇനി എത്ര പൈസ കൊടുത്തിട്ടായാൽ പോലും അതിൻ്റെ ഒപ്പം ഒരു 100 ടൺ കൂടുതൽ എടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ആണ്, ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മെഷേഴ്സ് ഇസ് ടു ഇൻക്രീസ് ഇമ്പോർട്ട് കോസ്റ്റ് by regulating the access to and the cost of foreign exchange for imports and to define the terms of payment. ഇപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ മെഷേഴ്സും ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് കോസ്റ്റ് കൂട്ടലാണ്. അതായത് നമ്മൾ മറ്റുള്ള രാജ്യത്ത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഗുഡ്സിൻ്റെ കോസ്റ്റ് കൂട്ടിക്കുക ഇവിടുത്തെ ഗവൺമെൻറ്, നമ്മളെ രാജ്യത്തെ ഗവൺമെൻറ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് ഇമ്പോർട്ട് ചെയ്യുന്നത്, പുറത്തുനിന്ന് വാങ്ങുന്നത് ഇഷ്ടമല്ല. നമ്മളെ വീട്ടിൽ തന്നെ ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് ഗവൺമെൻറ്റിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ടാക്സൊക്കെ കൂടുതൽ ആക്കുന്നതും ഇമ്പോർട്ടിൻ്റെ കോസ്റ്റ് കൂട്ടുന്നതും. ഇപ്പം ഇത് എന്ന് പറഞ്ഞാൽ നോൺ ടാക്സ് മെഷർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഗവൺമെൻറ് ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് എങ്ങനെയാണെന്നറിയോ റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ഫോറിൻ എക്സ്ചേഞ്ചിന് ആക്സസ് ഒക്കെ ഗവൺമെൻറ് ആണല്ലോ കൊടുക്കുക. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും. പിന്നെ ഇങ്ങനെ മാത്രമേ പേയ്മെൻറ്റ്സ് നടക്കുള്ളൂ എന്ന് പറയും. 3 months മുന്നേ ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ളൊരു ഫോർമാലിറ്റീസ്. കാരണം ഇവിടെ ടാക്സ് പറയാൻ പാടില്ലല്ലോ, നോൺ ടാക്സ് മെഷർ അല്ലേ. അപ്പം ഈ നോൺ ടാക്സ് മെഷറിൽ നോൺ ടെക്നിക്കൽ മെഷറാണ് കേട്ടോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഫിനാൻഷ്യൽ മെഷർ ആയാലും ഇമ്പോർട്ട് കോട്ട ആയാലും ഒക്കെ. പിന്നെ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പോളിസി മേ ഇൻ്റർഫിയർ വിത്ത് ട്രേഡ് ഇഫ് ദ ഇൻവോൾവ് മാൻഡേറ്റ്സ് ദാറ്റ് ദി ഹോൾ ഓഫ് എ സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ഓഫ് ദ പർച്ചേസ് ഷുഡ് ബി ഫ്രം ദ ഡൊമസ്റ്റിക് ഫേം റാദർ ദാൻ ഫ്രം ഫോറിൻ ഫേം. അപ്പോൾ ഫോറിൻ ഫേമിൻ്റെ നിന്നും ഇത്രേ വാങ്ങാൻ പാടുള്ളൂ എന്ന് ഗവൺമെൻറ് പ്രത്യേകമായിട്ട് പറയാണ്. പർച്ചേസ് ചെയ്യണം ഡൊമസ്റ്റിക് ഫേമിൽ നിന്ന് 75% എന്തായാലും പർച്ചേസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ വേണമെങ്കിൽ ഫോറിനിൽ നിന്ന് പർച്ചേസ് ചെയ്തോളാന്നുള്ള ഒരു അനുമതി കൊടുക്കലാണ്. ഇൻ കേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലോക്കൽ കോണ്ടന്റ് റിക്വയർമെൻറ്റ്സ് ദാറ്റ് മാൻഡേറ്റ്സ് ദാറ്റ് എ സ്പെസിഫൈഡ് ഫ്രാക്ഷൻ ഓഫ് ദ ഫൈനൽ ഗുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഡൊമസ്റ്റിക്കലി മേ ആക്ട് ആസ് എ ട്രേഡ് ബാരിയർ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈ നമ്മുടെ കാറിനൊക്കെ 25% കോമ്പോണൻറ്റ്സ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബാക്കി മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കുറേ കാര്യങ്ങൾ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്തത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ കൊല്ലം നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട്, അതായത് പുറത്തേക്ക് സെയിൽ ചെയ്തിട്ട് കിട്ടിയ പ്രോഫിറ്റിൻ്റെ 75% മാത്രമാണ് ഈ കൊല്ലം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വരെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിലത്തെ ഗവൺമെൻറ് പറയുന്ന കുറച്ച് പോളിസീസാണ്, അത് നമ്മൾ റൂൾസാണ്, അത് നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ആണ് റൂൾസ് ഓഫ് ഒറിജിൻ ആർ ദ ക്രൈറ്റീരിയ നീഡഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇമ്പോർട്ടിംഗ് കൺട്രീസ് ടു ഡിറ്റർമൈൻ ദ നാഷണൽ സോഴ്സ് ഓഫ് എ പ്രൊഡക്റ്റ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ ഒരു പ്രൊഡക്റ്റും കറക്റ്റായിട്ട് കാണിക്കുക. അതുപോലെ തന്നെ ഇത് ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് അറിയണം എന്നുള്ളതാണ്. കാരണം കൊറോണ എഫക്റ്റഡ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്നൊന്നും വരാൻ പാടില്ലല്ലോ. പിന്നെ ഗവൺമെൻറ്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള, ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ഫ്രണ്ട് അല്ലാത്ത ഏതെങ്കിലും ഒരു കൺട്രി, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കൺട്രീസും കൂടിയിട്ട് ആ ഒരു കൺട്രി ഇപ്പോൾ റഷ്യ ഉക്രൈനുമായിട്ട് വാർ നടത്തുമ്പോൾ റഷ്യനെ എന്ത് ചെയ്യാണ്, ആ വാറിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടായിരുന്നു റഷ്യയായിട്ട്. പക്ഷേ റഷ്യ അങ്ങനെ ചെയ്തുകൊണ്ട് റഷ്യ അങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ വിരോധം കാണിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുകയായിരിക്കും റഷ്യനായിട്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മൾ രാജ്യത്തു നിന്ന് ഒരാൾ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെ റഷ്യ ആയിട്ടാണോ ചെയ്യുന്നത്, അപ്പോൾ ഏത് കൺട്രി ആയിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഗവൺമെൻറ്റിന് അറിയണം. അപ്പം റൂൾസ് ഓഫ് ഒറിജിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗവൺമെൻറ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന രാജ്യത്തു നിന്ന് എന്തായാലും ഇമ്പോർട്ട് ചെയ്യരുത്, എക്സ്പോർട്ടും ചെയ്യരുതെന്ന്. അവിടെ എങ്ങാനും നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇമ്പോർട്ട് നമ്മൾ അവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് സീസ് ചെയ്ത് അവർ കൈ അടക്കി വെക്കും, നമുക്ക് തരില്ല. എന്നിട്ട് നമ്മളിങ്ങനെ
സാരമില്ല, ഇനി നെക്സ്റ്റ് ടൈം ആവർത്തിക്കാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറയും. സേഫ് ഗാർഡ് മെഷേഴ്സ് ആർ ഇനീഷ്യേറ്റഡ് ബൈ ദ കൺട്രീസ് ടു ടെമ്പററിലി റെസ്ട്രിക്ട് ഇമ്പോർട്ട്സ് ഓഫ് എ പ്രോഡക്റ്റ് ഇറ്റ്സ് domestic industry is injured by a surge in imports, while an embargo is a total ban imposed by the government on imports or export of some or all commodities to a particular country or a region for a specified or indefinite period. ഇപ്പം സേഫ് ഗാർഡ് മെഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഒക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക, അവരുടെ പ്രൊഡക്റ്റ് ആരും വാങ്ങണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗവൺമെൻറ് അതിൽ നടന്നു പോകുമ്പോൾ കാണും, അശോ, അപ്പോൾ ഗവൺമെൻറ്റിന് മാത്രം അവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ടെമ്പററിലി എന്ത് ചെയ്യും, ഇനി ആരും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യരുത്, അകത്തുള്ളത് തന്നെ ആൾക്കാർ വാങ്ങിച്ചിട്ട് ഈ ഡൊമസ്റ്റിക്കലി ഉള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഈ റെസ്ട്രിക്ഷൻ മാറ്റും എന്നുള്ളതാണ്. എംബാർഗോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബാനാണ്. ഇപ്പം ഒരു കൺട്രിയിൽ കൊറോണ ഭയങ്കരമായിട്ടും പടർന്നു, അപ്പോൾ ആ കൺട്രിയിൽ നിന്ന് ഒരു മെന്ന് വരരുത്, മെറ്റീരിയൽസ് വരരുത്, ആനിമൽസ് വരരുത് എന്നുള്ള രീതിയിലാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില ഗുഡ്സ് മാത്രം ആ കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് വരരുത് എന്നാക്കും. ഇനി നമുക്ക് എക്സ്പോർട്ടിലും എംബാർഗോ ഉണ്ട് ചില ഗുഡ്സിന്. ഇപ്പോൾ ഒനിയൻ, അതുപോലെ ഷുഗർ, പിന്നെ വീറ്റ്, ഇതൊന്നും നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഡൊമസ്റ്റിക്കലി തന്നെ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റൂളുണ്ട്. അതൊക്കെ ഈ എംബാർഗോ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ടോ, എക്സ്പോർട്ട് ഓഫ് സം ഓർ ഓൾ കമ്മോഡിറ്റീസ്, കണ്ടോ, ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് സം ഓർ ഓൾ കമ്മോഡിറ്റീസ് ടോട്ടൽ ബാൻ ചെയ്യാന്നുള്ളതാണ് എംബാർഗോ. ഓക്കെ. Second last point, an export tax is a tax collected on exported goods and may be either specific or ad valorem. An export subsidy includes financial contribution to domestic producers in the form of grants, loans, equity infusions, or some form of income or price support, both distort trade. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സ്പോർട്ടിനെ ചില സമയത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ഇവിടുത്തെ ഗവൺമെൻറ്റിന് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വീറ്റ്, ഒനിയനൊക്കെ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതായിരിക്കും ഉണ്ടാവുക, ഇവിടുത്തെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണത് കണ്ട ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഗവൺമെൻറ് അതിന് നല്ലോണം ടാക്സ് ഇടും, ഇവിടെ നിന്ന് തന്നെ ടാക്സ് ഇടും. അപ്പോൾ ഇവിടുത്തെ ടാക്സും അവിടെ പോകുമ്പോൾ ആ കൺട്രി ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ കൺട്രി ഒരു താരിഫ്, ഇമ്പോർട്ട് താരിഫ് ഇടില്ല, അതും കൂടി ഇടുമ്പോൾ അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആവും ഈ പ്രൊഡക്റ്റ്. അപ്പം പ്രൈസ് കൂടിയ ഡിമാൻഡ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റിനെ എക്സ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നത് തടയാനാണ് ഗവൺമെൻറ് ഈ എക്സ്പോർട്ട് ടാക്സ് ഇടുന്നത്. ശരിക്കും ഗവൺമെൻറ്റിന് എക്സ്പോർട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ രാജ്യത്തുള്ള ഇന്ത്യൻ പ്രൊഡക്റ്റ് അവിടെ പോയി ചൈനയിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാർക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി സബ്സിഡി കൊടുക്കും, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സിഡിയൊക്കെ കൊടുക്കും. 90 rupees ഉള്ള സാധനം അതിൽ 40 rupees ഞങ്ങൾ എടുക്കാമെന്ന് ഗവൺമെൻറ് പറയും, ബാക്കി 50 മാത്രം നിങ്ങൾ അതിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്താൽ മതി എന്നൊക്കെ പറയും. ഗവൺമെൻറ് കുറേ ഗോഡൗൺസ്, സ്റ്റോർ, വെയർ ഹൗസൊക്കെ കൊടുക്കും ഇവിടെ വെച്ചോളാനൊക്കെ പറഞ്ഞിട്ട്. എക്സ്പോർട്ട് ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. ചില സമയത്ത് ലോണ് കൊടുക്കും, ഇക്വിറ്റി ഇൻഫ്യൂഷൻസ്, നിങ്ങൾക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ മെഷീനറി വാങ്ങിച്ചു തരണോ, എന്നാൽ ഞാൻ വാങ്ങിച്ചു തരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് വാങ്ങിച്ചു കൊടുക്കും. ലൈക്ക് ചില ഫാമേഴ്സിന് കുറേ കിസാൻ ഗ്രാമീൺ, കുറേ കിസാൻ റെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കുറേ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ഈ മെഷീനറി, ട്രാക്ടേഴ്സ്, അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് വക സബ്സിഡൈസ്ഡ് വിലയിലൊക്കെ കൊടുക്കും. PM കിസാൻ ട്രാക്ടർ യോജന എന്നൊക്കെ പറഞ്ഞിട്ട്. Okay, next on voluntary export restraints refers to a type of informal quota administered by an exporting country voluntarily restraining the quantity of goods that can be exported out of that country during a specified period of time, and it is imposed based on negotiations to appease the importing country and to avoid the effect of possible trade restraints. അപ്പം ഇമ്പോർട്ടിംഗ് കൺട്രി വന്ന് പറയാണ് എക്സ്പോർട്ടിംഗ് കൺട്രി ഇനി ഞങ്ങൾ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യരുത് പ്ലീസ്, കാരണം ഞങ്ങൾ രാജ്യത്തേക്ക് അവിടെയുള്ള ഡൊമസ്റ്റിക്കലിയുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ ആകെ കഷ്ടത്തിലാണ് നിങ്ങളെ പ്രൊഡക്ട്സ് കാരണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ എക്സ്പോർട്ടിംഗ് കൺട്രി സ്വന്തമായിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ എക്സ്പോർട്ടിൻ്റെ എമൗണ്ട് കുറയ്ക്കും, എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കും. ഇമ്പോർട്ടിംഗ് കൺട്രി പറയും, നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേറെ രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്താൽ പൈസ കിട്ടും, പക്ഷെ ഞങ്ങളെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ആകെ കഷ്ടത്തിലാണ്, നമുക്ക് ഇങ്ങളിൽ നിന്ന് സാധനം കിട്ടിയില്ലെങ്കിലും ഇവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അപ്പോൾ അവർ ആകെ വിഷമത്തിലായതുകൊണ്ടാണ് കുറച്ച് നേരം കഴിഞ്ഞാൽ
കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ പറയുമ്പോൾ എക്സ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടിംഗ് കൺട്രി ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അതിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ടിംഗ് കൺട്രി അതനുസരിക്കും. അങ്ങനെ വോളണ്ടറി എക്സ്പോർട്ടറി സ്ട്രീംസ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മൈ വീഡിയോസ്.